തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ ഉപകരണങ്ങൾ കാണാതായ സംഭവത്തിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് DMEക്ക് വിശദീകരണം നൽകും. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ഡോക്ടർ ഹാരിസ് നേരത്തെ പറഞ്ഞിരുന്നു. വിവരങ്ങളുമായി VS അനന്തു ചേരുകയാണ്. അനന്തു കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അനന്തു, ഡോക്ടർ ഹാരിസ് ഇന്ന് DMEക്ക് വിശദീകരണം നൽകാൻ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മൊഴി കൊടുത്തോ? എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? രാജശ്രീ, ഹാരിസ് ഇതുവരെ മൊഴി നൽകിയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനായിരിക്കും അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതിയ വിശദീകരണം നൽകുക എന്നാണ് മനസ്സിലാക്കിയത്. പ്രിൻസിപ്പലായിരിക്കും DMEക്ക് ഈ ഒരു റിപ്പോർട്ട് കൈമാറുക. ആ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഹാരിസ് ഇപ്പോൾ DMEയെ കാണാൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ യൂറോളജി വിഭാഗത്തിലെ ഉപകരണം മോഷണം പോയി എന്നുള്ളൊരു ആരോപണത്തിലാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു വകുപ്പുതല അന്വേഷണം അടക്കമെല്ലാം നടക്കുന്നത്. അതിൽ ഈ ഒരു തുടർ നടപടികൾ എന്തായാലും ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും സ്വീകരിക്കുക. അദ്ദേഹത്തിന്റെ വിശദീകരണം എന്തായാലും ഇതുവരെ ലഭിച്ചിട്ട് കൊടുത്തിട്ടില്ല. ഈ പ്രിൻസിപ്പലിന് റിപ്പോർട്ട് കൊടുക്കും എന്നാണ്, സ്വന്തം കൈപ്പടയിൽ എഴുതിയ റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന് നേരെയുള്ള ഈ ഒരു ആരോപണം ഈ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു ശ്രമമാണെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ IMA എല്ലാം ഈ ഒരു ഡോക്ടർ ഹാരിസിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഈ ശ്രമങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണവും അത്തരത്തിലുള്ളതായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡോക്ടർ ഹാരിസിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അദ്ദേഹം ഈ നവീൻ ബാബുവിന്റെ വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള അവർ നടത്തിയ അതേ പ്രതികരണം പോലെയാണ് വീണ ജോർജും ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഹാരിസിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള സർക്കാരിന്റെ ശ്രമം അല്ലെങ്കിൽ വീണ ജോർജിന്റെ ശ്രമം അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അല്പസമയം മുൻപ് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു നീക്കം നടത്തുന്ന വീണ ജോർജ് ഡോക്ടർ ഹാരിസിനോടും അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിനോടും മാപ്പ് പറയണമെന്നുള്ള ഒരു പ്രതികരണവും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ വകുപ്പുതല അന്വേഷണം പുരോഗമിക്കുകയാണ്. ഹാരിസ് ഇതുവരെ ഈ ഒരു മറുപടി നൽകിയിട്ടില്ല. DMEക്ക് നേരിട്ട് മറുപടി നൽകുന്നില്ല എന്ന് രാവിലെ തന്നെ നമുക്ക് വിവരം ലഭിച്ചിരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ഈ ഒരു വിശദീകരണം നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാജേശ്വരി.